ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പംകിൻ വൈൻസിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായിട്ടോ ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു അടിപൊളി ശ്രീലങ്കൻ ഡിഷാണ് ചില്ലി ബേക്ക്ഡ് ഫിഷ് ആൻഡ് ഗാർലിക് റൈസ്. അപ്പോൾ നമുക്കെന്നാ വീഡിയോയിലോട്ട് പോവാം, അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിഷ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ചില്ലി ബേക്ക്ഡ് ഫിഷാണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള മുളകാണ് എടുത്തേക്കുന്നത്. കണ്ടോ, ഇത് ഒരു വലിയ മുളക്, പിന്നെ പച്ച കാന്താരി എടുത്തിട്ടുണ്ട്, വെള്ള കാന്താരി, ഇത് വെള്ള കാന്താരിയാണ്, ഒരു ലൈറ്റ് ഗ്രീൻ, മറ്റേത് ഡാർക്ക് ഗ്രീൻ കാന്താരി എടുത്തിട്ടുണ്ട്, ചുമന്ന കാന്താരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ചതച്ചെടുക്കും. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ വേളാപ്പാരയാണ് മീനിൽ നിന്ന് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിനേഷ് ചേട്ടാ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുളകുകൾ കട്ട് ചെയ്തത്, പിന്നെ അതുപോലെ ഇഞ്ചി, ലെമൺ എല്ലാം എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ പുളി, നമ്മൾ സാധാരണ പുളി, കുടംപുളിയല്ല, സാധാരണ പുളി നമ്മൾ കുരു കളഞ്ഞെടുത്തതാണ്. അത് ഇതിനകത്തോട്ട് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. ലൈം ഒഴിക്കട്ടെ? നാരങ്ങ നമുക്ക് കുരുമുളക് പൊടി ഇടണേ. ഇത് കുരുമുളക് നമ്മൾ തന്നെ പൊടിച്ചതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബിനേഷ് ചേട്ടാ, നമ്മളെ വെള്ളാപ്പാരം ഒന്ന് വരഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ബിനേഷ് ചേട്ടാ ഒന്ന് മതി, ഒന്നുകൂടെ വയ്ക്കാം ചേട്ടാ. കുറച്ച് കട്ടിക്ക് ഇരുന്നോട്ടെ, നമുക്ക് എന്തായാലും അലുമിനിയം ഫോയിൽ ഇതിൻ്റെ മുകളിൽ പൊതിയേണ്ടത് തന്നെ, എന്നാലും ഒന്നുകൂടി ഇരുന്നോട്ടെ. അയ്യവ സൂപ്പർ. ഇനി ഇത് നന്നായിട്ട് വരഞ്ഞെടുക്കാം. ഇത്ര അടുത്ത് കട്ട് ചെയ്യാം. നല്ലോണം മാഗ്നറ്റ് ചെയ്ത് വെളിച്ചെണ്ണയൊക്കെ വെച്ച് കുഴച്ച് ഈ തടിയ മീനിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കുത്തി ഇറക്കണം. മീനിൻ്റെ അകത്ത് മാത്രം പോലെ നമുക്ക് മീനിൻ്റെ പുറത്തും അതിൻ്റെ വയറ്റിൻ്റെ അകത്തോട്ടൊക്കെ അങ്ങനെ ഫുള്ളായിട്ട് കയറ്റി എല്ലായിടത്തും ആവുന്ന രീതിക്ക് ഈ മീനിൻ്റെ വായിക്കകത്ത് കുറച്ച് വെച്ച് കൊടുത്തേ. എന്തായാലും നിങ്ങൾ ഇത്രയും ഭാഗം ഫില്ല് ചെയ്ത് ആ വാ തുറന്നിട്ട് അതിനകത്ത് വെച്ച് കൊടുത്തേ. ഇവിടെയൊക്കെ വച്ച് വായിക്കാത്തോടെ പുറത്ത് വന്നു സെറ്റായിട്ടുണ്ട്. ഇതിന് എത്ര നേരം വെച്ചേക്കണം ഏകദേശം? ഇനി ഇതൊരു അരമണിക്കൂറോളം ഇങ്ങനെ അങ്ങനെ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം അല്ലേ? റെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയത്ത് കണ്ണിൽ സെറ്റ് ചെയ്താലോ? എന്ത് പറയുന്നു ശ്യാമേ? ഇതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, നമുക്ക് ബാക്കിയുള്ളത് ഇത് പൊതിഞ്ഞ് വയ്ക്കണമെന്നാണോ? പൊതിഞ്ഞ് വയ്ക്കുക അല്ലേ? അതല്ലേ നല്ലത്. നമുക്കിതൊന്ന് പൊതിഞ്ഞിട്ട് ഇതിന് അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് വയ്ക്കാം അല്ലേ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് അങ്ങോട്ട് മടക്ക് കേട്ടോ. അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ അലുമിനിയം ഫോയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള പാതിയാണ്. ഈ ചെറിയ പ്ലാസ്റ്ററിൻ്റെ എൻഡ് കണ്ടുപിടിക്കുക, അതുപോലെ ഇതുപോലെ ഒട്ടിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇളക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഏറ്റവും റിസ്ക് പിടിച്ച പരിപാടി. ഇല തന്നെ, ഇല വെച്ച് ചെയ്താൽ മതി. ഇല ഫുൾ കവർ ചെയ്ത് അലുമിനിയം ഫോയിലിലേക്ക് കവർ ചെയ്യാം. ഇല അയ്യവ ഒന്ന് ചുറ്റിയാൽ മതി, ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട്. അപ്പോൾ നമ്മുടെ ഇല വെച്ച് നമ്മളിത് ക്ലോസ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് അലുമിനിയം ഫോയിലൊന്ന് ചുറ്റിയെടുക്കാം. അലുമിനിയം ഫോയിൽ വെക്കുന്ന ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ടാണ്. ചെറിയൊരു ലെയർ പോലെ അലുമിനിയം ഫോയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കെട്ടേണ്ട ആവശ്യമില്ല.
നമുക്ക് ചുറ്റിയെടുക്കാം. നമ്മുടെ മീനിനെ നമ്മൾ വസ്ത്രാധാരണം നടത്തിയിട്ടുണ്ട്. വസ്ത്രാധാരണം എന്നല്ലേ പറഞ്ഞത്, ഡ്രസ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോക്കിലി പറയുമ്പോഴത്തേക്ക് നമുക്ക് ഗാർലിക് ഈ മീനിനോടൊപ്പം തന്നെ ഇട്ട് ഇലയിൽ പൊതിഞ്ഞ് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും. മൂന്നും എടുത്തോ കേട്ടോ. റൈസൊക്കെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓൾറെഡി റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാവർക്കും അറിയാനുള്ള കാര്യം തന്നെയാണ്. നമ്മളതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ തന്നെ ഇതിനകത്ത് റൈസ് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ ഒരുപാട് പല വെറൈറ്റി റൈസുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം വെളുത്തുള്ളി, ലൈം ജ്യൂസ്, ബട്ടറും തേച്ച് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിത് ഇലയിൽ പൊതിഞ്ഞ് മീനിൻ്റെ കൂടെ തന്നെ ചുട്ടെടുക്കും. ഇത് പിന്നീടൊന്ന് റെഡിയായി വരുന്ന സമയത്ത് നമ്മുടെ ഗാർലിക് റൈസിൽ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഈ വീഡിയോയുടെ ബാക്കി ഭാഗം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ കിഴി ബിരിയാണി അല്ലേ ഏട്ടാ? ഇത് നമ്മുടെ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെക്കറേഷനും സലാഡ് ഉണ്ടാക്കാനും ചേർത്തിട്ട് എന്നാ കുരുമുളക് പൊടിയാണോ? യെസ്, കുരുമുളക് പൊടിയാണ്. ഉപ്പിട്ടുണ്ട്. മുളക് പൊടി കട്ട് ചെയ്തിട്ടാലോ? സലാഡല്ലേ? മുളകും പൊടി അടിപൊളി. അപ്പോൾ രണ്ട് മുളക് അടച്ചിട്ടുണ്ട്, എടുത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർലിക് റൈസിന് വേണ്ടിയിട്ടുള്ള പരിപാടി നമുക്ക് തുടങ്ങാം. നമ്മളെ ചുട്ട ഗാർലിക്കാണ് തീയിലിട്ട് ലൈമും ചേർത്ത് ഇത് നമ്മുടെ ഗാർലിക് റൈസിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഇതിനെ റൈസ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓയില്, ശേഷം നമ്മുടെ ബട്ടർ, ഫേമസാണ്. ഇത് നമ്മുടെ ഗിരിരാജൻ കോഴിയുടെ മുട്ടയാണ്. ഗിരിരാജൻ കോഴിയുടെ മുട്ടയുടെ വലിപ്പം കണ്ടോ? ഡബിൾ കുരുവാണിതിന്. ഡബിൾ കുരുവുള്ള മുട്ടയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിടാം പിന്നെ ചേട്ടാ. വൈനോട്ട് നമ്മുടെ ഗാർലിക് നമുക്കിനി ആ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച ചോറാണ്. അപ്പോൾ ഇതിനകത്ത് ബട്ടർ എഗ് ഓയിൽ മിക്സിലേക്ക് ഗാർലിക് മിക്സിലേക്ക് റൈസ് ഇടുന്നു. ജസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ റൈസ് റെഡിയാവും. മല്ലിയില കൂടി തിന്നാൻ പറ്റില്ല, ഇവിടെ കുറച്ച് ഇട്ടാൽ മതി. ഓക്കെ, നമ്മുടെ റൈസ് ഇപ്പം മിക്സ് ചെയ്ത്
അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. ഇങ്ങോട്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഗീ റൈസ് വിത്ത് നല്ല മണമുണ്ട് കേട്ടോ ഇതിപ്പോൾ. ശ്യാം ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞേടാ. ഫിഷ് എടുത്ത് ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള അഭിപ്രായം പറ. പുള്ളി പറ, ബിനേഷ് ചേട്ടനും പറയാം. അടിപൊളി. സീരിയസ് ആയിട്ടാണോ പറയണേ? നിതീഷ് ഒരു പീസ് ടേസ്റ്റ് ചെയ്യടാ, വാടാ എൻ്റെ അഭിപ്രായം പറഞ്ഞു. വാ 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 കഴിക്ക്, വാ 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 കഴിക്ക്. ഒരു പീസ് ടേസ്റ്റ് ചെയ്തിട്ട് നീ അഭിപ്രായം പറ. അവിടെ ഇരിക്കും. എന്നിട്ട് ഒന്നും പറയില്ല, കിട്ടു സാ. നിതീഷിൻ്റെ അഭിപ്രായം പറ. ഇതെല്ലാ ബ്ലോഗേഴ്സിനെയും പോലെയുള്ള ഒരു അഭിപ്രായമാണോ അതോ? അല്ലല്ല, പക്കാ സാ. അങ്ങനെയുണ്ട്. നിതീഷിൻ്റെ അഭിപ്രായം നോക്കാം. ആരുണ്ടായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇറ്റ്സ് എ ട്രഡീഷണൽ ശ്രീലങ്കൻ ഫുഡ് ആക്ച്വലി, അല്ലേ? ശ്രീലങ്കൻ ഫുഡാണ്. ട്രഡീഷണൽ ശ്രീലങ്കൻ ടൈപ്പാണ്. ശ്രീലങ്കക്കാരുടെ എല്ലാം മിക്കാറുള്ള ഫുഡെല്ലാം. കൊള്ളാം, നല്ല സാധനം. വേറെ മസാലയൊന്നുമില്ല, മുളക് മാത്രമേ ഉള്ളൂ. മുളക് ഇഞ്ചിയും മാത്രമാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ചേർത്തത്. കുരുമുളക്, പച്ചമുളക്, കുരുമുളക്, ഉപ്പ്, ഇതാണ് ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ ചേർത്തേക്കുന്നത്. മിസ്റ്റർ ശ്യാം, സത്യസന്ധമായ അഭിപ്രായം പറയൂ. സൂപ്പർ.